ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർവതി വന്ന് വിശാലിനോട് പറയും, സാറ് തിരക്കില്ലെങ്കിൽ ഈ മൈലാഞ്ചി ഒന്ന് ഇട്ടു തരുമോ? അതിനെന്താ, ഇട്ടു തരാലോ. സാറിന് മൈലാഞ്ചി ഇട്ട് പരിചയമുണ്ടോ? ഞാൻ ഇവിടെ ആർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാനാ പാർവതി? എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിശാൽ പാർവതിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പാർവതി ചോദിക്കും, ഞാൻ സാറിനെ കൊണ്ട് എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇടിയിച്ചത് എന്തിനാണെന്നറിയോ? അപ്പോൾ വിശാൽ പറയും, പാർവതിക്ക് തനിയെ ഇടാൻ പറ്റാത്തത് കൊണ്ടല്ലേ? അല്ല, ഞാൻ സാറിനെ കൊണ്ട് ഇത് ചെയ്യിച്ചതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. എന്ത് രഹസ്യം? മൈലാഞ്ചിയുടെ രഹസ്യം എന്താണെന്ന് സാറിനറിയോ? ഇല്ല. അപ്പോൾ പാർവതി അതിൻ്റെ മഹത്വമൊക്കെ വിശാലിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ഇന്ന് നേരത്തെ കിടക്കണം, നാളെ അതിരാവിലെ എഴുന്നേറ്റ് സ്വാമി പറഞ്ഞ പരിഹാര ക്രിയകൾ ചെയ്യണം. സാറ് കിടന്നോ എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് വിശാൽ കിടന്നിറങ്ങുമ്പോൾ കാണുന്ന ഒരു സ്വപ്നമാണ്. സ്വപ്നത്തിൽ വിശാൽ ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതും ഒക്കെയാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വിശാൽ ഗായത്രിയമ്മയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയും, അമ്മ എൻ്റെയും പാർവതിയുടെയും മോളെ ജനിക്കണം, അതാണ് എൻ്റെ പ്രാർത്ഥന. അമ്മ എൻ്റെ പ്രാർത്ഥന സാധിച്ചു തരണം. പിന്നെ പിറ്റേ ദിവസം രാവിലെ പാർവതി തുളസി തറയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് പാർവതി മനക്കണ്ണിലൊരു കാഴ്ച കാണുന്നത്. കാഴ്ച എന്താണെന്ന് വെച്ചാൽ, വിശാൽ യാത്ര ചെയ്യുന്ന സമയത്ത് വിശാലിന്റെ കാറ് പോലീസുകാർ തടഞ്ഞ് വിശാലിനെ നടു റോട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ആ കാഴ്ച കണ്ട് ചുറ്റും കൂടി നിന്നവർ കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. ഈ കാഴ്ച കാണുന്ന പാർവതി പറയും, വിശാൽ സാറിന് എന്തോ ആപത്ത് സംഭവിക്കാൻ പോവുകയാണല്ലോ. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് കമ്പനി വക്കീൽ അവിടേക്ക് വരുന്നത്. എന്നിട്ട് വക്കീൽ വന്നിട്ട് വിശാലിനോട് പറയും, ഒരു പ്രധാനപ്പെട്ട കാര്യം സാറിനോട് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. തോംസൺ കമ്പനിയും നമ്മുടെ കമ്പനിയും തമ്മിലുള്ള കേസിന്റെ വിചാരണ ഉടനെ തന്നെ കോടതിയിൽ ആരംഭിക്കും. അപ്പോൾ വിശാൽ പറയും, ആരംഭിക്കട്ടെ, അതിനെന്താ, ന്യായം നമ്മുടെ ഭാഗത്തല്ലേ. അപ്പോഴേക്ക് അവിടേക്ക് പ്രഭാവതിയും ജാസ്മിനും വിവനും വരുന്നുണ്ട്. അപ്പോൾ പ്രഭാവതി വക്കീലിനോട് പറയും, ആ തോംസൺ കമ്പനിയെ കോടതിയിൽ തറ പൊറ്റിക്കണം. വെറുതെ കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസല്ലേ അവർ നമുക്കെതിരെ കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വക്കീൽ പറയും, നമ്മൾ കോടതിയിൽ അവരെ പരാജയപ്പെടുത്തിയിരിക്കും. അതിനു മുമ്പ് ഇതൊരു കള്ളക്കേസാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഒരു രേഖ ഞാൻ തയ്യാറാക്കി സാറിനെ ഏൽപ്പിച്ചിരുന്നില്ലേ, അതിപ്പോൾ വേണം. അതിനാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ വിശാൽ പറയും, ആ ഡോക്യുമെന്റ്സ് ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ, അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ വക്കീൽ പറയും, ആ ഡോക്യുമെന്റ്സ് കോടതിയിൽ സമർപ്പിച്ചില്ലെങ്കിൽ വലിയ വിഷയമാവും. അപ്പോൾ പ്രഭാവതി ചോദിക്കും, അങ്ങനെയെങ്കിൽ കേസ് നമ്മൾ തോൽക്കില്ലേ? അപ്പോൾ ജാസ്മിൻ പറയും, കോടതിക്ക് വേണ്ടത് തെളിവുകളും സാക്ഷികളുമാണ്. ആ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാതെ തോംസൺ കമ്പനിയുടെ വാദം തെറ്റാണെന്ന് എങ്ങനെ നമ്മൾ തെളിയിക്കും? അപ്പോൾ വിശാൽ ചോദിക്കും, ആ ഡോക്യുമെന്റ്സ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ എന്താ മാർഗം? അപ്പോൾ വക്കീൽ പറയും, ആ ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് ജയിക്കാൻ ഒരു മാർഗവുമില്ല, നമ്മൾ ഉറപ്പായിട്ടും പരാജയപ്പെടും. അങ്ങനെ കേസ് തോറ്റാൽ സാറിന് ജയിലിൽ പോകേണ്ടി വരും. അപ്പോൾ ജാസ്മിൻ ചോദിക്കും, ഈ ഡോക്യുമെന്റ്സ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ തോൽക്കുമെന്നത് ഉറപ്പാണോ? അപ്പോൾ വക്കീൽ പറയും, ജാസ്മിനും ഒരു വക്കീലല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം? ആ ഡോക്യുമെന്റ്സ് ഒരു വിഷ്വൽ എവിഡൻസ് ആണ്, അതില്ല എങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും തോൽക്കും. അപ്പോൾ പാർവതി ചോദിക്കും, കേസ് തോറ്റാൽ സാറിന് ജയിലിൽ പോകേണ്ടി വരില്ലേ? തീർച്ചയായും പോകേണ്ടി വരും. അപ്പോൾ പ്രഭാവതി വിശാലിനോട് ചോദിക്കും, ഡോക്യുമെന്റ്സ് നിന്റെ കയ്യിലില്ലേ, അത് എവിടെയെങ്കിലും മിസ്സായോ? അപ്പോൾ പാർവതി പറയും, ആ ഡോക്യുമെന്റ്സ് എവിടെയാണെന്ന് പറ വിശാൽ സാറേ, വെറുതെ ഇങ്ങനെ ആട്ടി പിടിപ്പിക്കില്ലേ. അപ്പോൾ വിശാൽ പറയും, ആരും ടെൻഷൻ ആവേണ്ട, ആ ഡോക്യുമെന്റ്സ് ഓഫീസിൽ തന്നെ ഉണ്ട്. ആ ഡോക്യുമെന്റ്സ് എവിടെ എപ്പോൾ എത്തിക്കണമെന്ന് വക്കീൽ പറഞ്ഞാൽ മതി. അപ്പോൾ വക്കീൽ പറയും, നാളെ 11 മണിക്ക് മുമ്പ് കോടതിയിൽ അത് എത്തിച്ചാൽ മതി. അപ്പോൾ ശരിയെന്ന് പറയണ വിശാല്. അപ്പോൾ വക്കീൽ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും, അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് കോടതിയിൽ എത്തിയില്ലെങ്കിൽ കേസ് പരാജയപ്പെടും, വിശാൽ ജയിലിലും ആകും. പിന്നെ കാണിക്കുന്നത് പാർവതി വിശാലിനെ കുറിച്ച് മനക്കണ്ണിൽ കണ്ട കാഴ്ച ഓർത്ത് നിൽക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് വിശാൽ സാറിന് ഒരു അബദ്ധം വരുത്തല്ലേ എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് വിശാൽ വന്നിട്ട് പാർവതിയോട്, ഞാൻ ഓഫീസിലേക്ക് പോവാണെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ വിശാൽ ഇട്ടിരുന്നത് പാർവതി മനക്കണ്ണിൽ വിശാലിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ വിശാൽ ഇട്ടിരുന്ന അതേ ഷർട്ടാണ് കേട്ടോ. അതുകൊണ്ട് പാർവതി ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വിശാൽ ചോദിക്കും, നീ എന്താ എന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്? ഞാനേ ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ പാർവതി പറയും, സാർ ഇന്ന് ഓഫീസിലേക്ക് പോകണ്ട. നീ എന്താ പാർവതി അങ്ങനെ പറയുന്നത്? ഞാൻ എന്തിനാ ഓഫീസിൽ പോകാതിരിക്കണം? ഇന്നെന്താ ഇവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? അതോ നിനക്ക് എന്നെയും കൊണ്ട് എവിടേക്കെങ്കിലും പോകാനുണ്ടോ? അപ്പോൾ പാർവതി പറയും, എനിക്ക് എവിടെയും പോകാനില്ല, ഇവിടെ വേറെ ഒരു വിശേഷവുമില്ല, പക്ഷെ സാറ് ഓഫീസിൽ പോകണ്ട. അപ്പോൾ വിശാൽ പറയും, എന്താ അതിൻ്റെ കാരണം? അതാ ഞാൻ ചോദിക്കുന്നത്. മാത്രമല്ല
കുറച്ച് അത്യാവശ്യ ജോലികൾ ഓഫീസിൽ ചെയ്തു തീർക്കാനുണ്ട്. കൂടാതെ ഒഴിവാക്കാൻ പറ്റാത്ത മീറ്റിംഗും ഉണ്ട്. എനിക്ക് ഓഫീസിൽ പോയേ മതിയാവൂ. എങ്കിൽ സാർ ഒരു കാര്യം ചെയ്യേ, ഈ ഷർട്ടും പാൻസും ഒന്ന് മാറ്റി വേറെ ഒന്നിട്. അപ്പോൾ വിശാൽ പറയും, എനിക്ക് നീ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ മനസ്സിൽ എന്താണ് പാർവതി? അപ്പോൾ പാർവതി പറയും, സാറിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ എന്തും പറയുമെന്ന് സാറിന് അറിയില്ലേ? ഇതും സാറിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. സാറിന് ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വിശാൽ ചോദിക്കും, എനിക്ക് എന്താപത്ത് വരുമെന്നാണ് നീ പറയുന്നത്? അപ്പോൾ പാർവതി പറയും, എൻ്റെ മനസ്സിൽ ചിലത് തെളിയുന്നുണ്ട്. അതെന്താ? ഈ വേഷത്തിൽ ഇതേ ഷർട്ടും പാൻസും ധരിച്ച് പോകുന്ന വിശാൽ സാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അവർ സാറിനെ ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് ഇത് ധരിച്ച് പുറത്തോട്ട് പോകണ്ട. ഇപ്പം വിശാൽ പറയും, ഇതൊക്കെ അനാവശ്യ ചിന്തകളാണ്. എന്നെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ പാർവതി പറയും, ഇന്നലെ വക്കീൽ പറഞ്ഞില്ലേ ആ ഡോക്യുമെൻ്റ് നഷ്ടപ്പെട്ടാൽ സാറിന് ജയിലിൽ പോകേണ്ടി വരുമെന്ന്. അത് നഷ്ടപ്പെട്ടാലല്ലേ പാർവതി? ആ ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ ഭദ്രമായിട്ട് ഓഫീസിലെ ലോക്കറിലുണ്ട്. പാർവതി പേടിക്കാതെ സമാധാനം ഇരിക്കെ, എനിക്കൊന്നും സംഭവിക്കില്ല. ഇപ്പോൾ പാർവതി പറയും, എന്നാൽ സാറിൻ്റെ കൂടെ ഞാനും വരട്ടെ? അതിനെന്താ, നീയും കൂടെ വന്നോ. അപ്പോഴാണ് വിപിൻ അവിടേക്ക് വരുന്നത്. എന്നിട്ട് അവരോട് ചോദിക്കും, ഏട്ടനും പാർവതിയും ഓഫീസിലേക്കാണോ? അപ്പോൾ വിശാൽ പറയും, അതെ, നീ കൂടെ വന്നോ. അപ്പോൾ വിപിൻ ചോദിക്കും, അതെന്തിനേട്ടാ? അപ്പോൾ വിശാൽ പറയും, ഡ്രൈവ് ചെയ്യാൻ. എനിക്കിപ്പോൾ ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റില്ല. എൻ്റെ സഹധർമ്മിണിയുടെ ടെൻഷൻ മാറ്റണം. ഡ്രൈവിങ്ങിനിടയിൽ അതൊന്നും പറ്റില്ലല്ലോ. എന്നിട്ട് കാറിൻ്റെ കീ വിപിന് കൊടുത്തിട്ട് വിശാലും പാർവതിയും കൂടെ അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം ജാസ്മിൻ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഓഫീസിലെത്തിയ വിശാല് ലാപ്ടോപ്പിൽ എന്തോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർവതി വിശാലിനോട് ചോദിക്കും, കോടതിയിൽ സമർപ്പിക്കേണ്ട ഡോക്യുമെന്റ്സ് വക്കീൽ ഓഫീസിൽ എത്തിക്കേണ്ട വിശാൽ സാറേ, അതിനുള്ള സമയമാകുന്നു. അപ്പോൾ വിശാല് പറയും, താൻ അത് ഓർമ്മിപ്പിച്ചത് നന്നായി. ഞാനതിപ്പോൾ മറന്നുപോയേനെ. അതിപ്പോൾ തന്നെ ഞാൻ അവിടെ എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് വിശാൽ ആ ഡോക്യുമെന്റ്സ് എടുക്കുകയാണ്. എന്നിട്ട് പറയും, ഇത് ഞാൻ അവിടെ കൊടുത്തിട്ട് വരാം. അപ്പോഴാണ് വിശാലിനെ ഒരു കരാറിൽ ഒപ്പിടേണ്ട സമയമായി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിശാലിനെ ഫോൺ വിളിക്കുന്നത്. അത് കാണുമ്പോൾ പാർവതി ചോദിക്കും, എന്താ സാറേ പ്രശ്നം? അപ്പോൾ വിശാൽ പറയും, അത്യാവശ്യമായിട്ട് ഒരു കരാറിൽ ഒപ്പിടണം. അതുപോലെ ഈ ഡോക്യുമെന്റ്സ് 11 മണിക്ക് മുമ്പ് കോടതിയിൽ എത്തിച്ചില്ലെങ്കിൽ അതും പ്രശ്നമാകും. അതുകൊണ്ട് നീ ഈ ഡോക്യുമെന്റ്സും കൊണ്ടുപോയിട്ട് കൊടുക്കണം. ഞാൻ ഹോട്ടലിൽ പോയി എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ ഡോക്യുമെന്റ്സ് എടുത്ത് പാർവതിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പാർവതിയും വിപിനും കൂടെ ആ ഡോക്യുമെന്റ്സും കൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോകുമ്പോഴാണ് ഒരു ഗർഭിണിയായ സ്ത്രീ അവിടെ കാറിന് കൈ കാണിക്കുന്നത്. അപ്പോൾ പാർവതി വിപിനോട് പറയും, നമുക്ക് അവരെ കൂടെ കാറിൽ കയറ്റി പോയാലോ? അപ്പോൾ വിപിൻ പറയും, അത്യാവശ്യമായിട്ട് ഈ ഡോക്യുമെന്റ്സ് ഓഫീസിൽ എത്തിക്കണമെന്നല്ലേ ഏട്ടൻ പറഞ്ഞത് പാർവതി? അപ്പോൾ പാർവതി പറയും, അതിനെ ആ സ്ത്രീ ഒന്ന് കാറിൽ കയറ്റാൻ എത്ര നേരം വേണം വിപിനെ? പാവം ഒരു ഗർഭിണിയല്ലേ. വെയിലത്തിങ്ങനെ വണ്ടി കാത്തു നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമമാകുന്നു. നമ്മൾ അവരെ കണ്ടിട്ട് കയറ്റാതെ പോയാൽ അതൊരു പാപമാണ്. വിപിൻ ഒന്ന് വണ്ടി ബാക്കിലോട്ട് എടുക്കുക. അപ്പോൾ വിപിൻ ശരിയെന്ന് പറഞ്ഞിട്ട് പാർവതിയുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് വിപിൻ കാർ ബാക്കിലേക്ക് എടുക്കുകയാണ്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.